കുട്ടമ്പുഴ കൂവപ്പാറയിൽ നിരന്തരം ആനശല്യമുള്ള ഭാഗത്ത് തട്ടായത്ത് അലിയാരിന്റെ വീടിനടുത്തുള്ള കുഴിയിലാണ് കാട്ടുകൊമ്പൻ വീണത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. കുറച്ചുകാലമായി പ്രദേശത്ത് സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ ആനയെന്ന് നാട്ടുകാർ പറഞ്ഞു. ആനയുടെ തുമ്പിക്കൈ ഭാഗികമായി മുറിഞ്ഞ നിലയിലാണ്. മാലിന്യക്കുഴി പുനർനിർമ്മിക്കാൻ ധനസഹായം നൽകാനും തീരുമാനമായിട്ടുണ്ട്. പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. കൂവപ്പാറ പ്രദേശത്ത് നിരന്തരം കാട്ടാനശല്യമുള്ളതാണ്. എല്ലാ ദിവസവും തന്നെ ആനകളെത്തും. ഇങ്ങനെ വന്ന ആനകളിലൊന്നാണ് തട്ടായത്ത് അലിയാറിൻ്റെ വീടിനോട് ചേർന്നുള്ള മാലിന്യക്കുഴിയിൽ വീണത്. പുലർച്ചെയാണ് ആന വീണ് കിടക്കുന്ന വിവരം വീട്ടുകാരും പിന്നെ നാട്ടുകാരും അറിയുന്നത്. കൊമ്പുകൊണ്ട് കുത്തി മണ്ണിടിച്ച് കരകയറാനുള്ള തത്രപ്പാടിലായിരുന്നു കൊമ്പൻ. ആഴമുള്ള കുഴിയായതിനാൽ കഴിയുമായിരുന്നില്ല. പുറത്ത് പ്രതിഷേധവും ചർച്ചകളും നടക്കുമ്പോൾ കുഴിക്കുള്ളിൽ ആന വെപ്രാളത്തോടെ ചുറ്റിത്തിരിഞ്ഞു. തുമ്പിക്കൈയിൽ മാരകമായ മുറിവേറ്റിട്ടുള്ളതായും നാട്ടുകാർ കണ്ടെത്തി. വീണപ്പോഴല്ല, മുമ്പെപ്പോഴോ ഉണ്ടായ പരിക്കാണെന്നും വ്യക്തമായി. വീണുകിട്ടിയ അവസരം പ്രയോജനപ്പെടുത്താനുള്ള തീരുമാനത്തിലായിരുന്നു നാട്ടുകാർ. തങ്ങളുടെ നിത്യദുരിതത്തിൽ നിന്ന് കരകയറാൻ സഹായിക്കുന്ന തീരുമാനങ്ങൾ അധികാരികളെ കൊണ്ട് എടുപ്പിക്കാൻ കഴിയുമോ എന്ന പരിശ്രമമായിരുന്നു പ്രതിഷേധം. ആനയെ പിന്നീട് മയക്കുവെടിവെച്ച് പിടികൂടാമെന്ന ഉറപ്പു വാങ്ങിയതിനു പുറമെ പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനവും എടുപ്പിച്ചു. വൈകാതെ ഫെൻസിംഗ് സ്ഥാപിക്കാമെന്നാണ് ഉറപ്പ്. ഫെൻസിംഗ് ഫലപ്രദമാകുമെന്ന് ഉറപ്പില്ലെങ്കിലും അത്രയെങ്കിലും കിട്ടിയതിലെ ആശ്വാസത്തിലാണ് ജനങ്ങൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇവിടെ നിരന്തരമായി കാട്ടാനയുടെ ശല്യമാണ്. ഈ ശല്യത്തിന് പരിഹാരം കണ്ടെത്തുവാൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെൻസിംഗ് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. 1 മാസം കൊണ്ട് ആ ഫെൻസിംഗ് പദ്ധതി പൂർത്തിയാകും. അതോടുകൂടി ശാശ്വതമായ പരിഹാരം ഈ പ്രദേശത്ത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. 12 മണിക്കൂറിലധികം നീണ്ട കുഴിവാസത്തിന് ശേഷമാണ് ആനയ്ക്ക് കരകയറാനായത്. രക്ഷപ്പെട്ടോടുന്നതിനിടയിൽ തിരിഞ്ഞുനിന്ന് ഒരു നോട്ടവും കഴിഞ്ഞ് വഴിവെട്ടാൻ ഉപയോഗിച്ച JCBക്ക് ഒരു തട്ടും നൽകിയാണ് ആന വനത്തിലേക്ക് നീങ്ങിയത്. ആന അകപ്പെട്ട കുഴി പുനർനിർമ്മിച്ച് നൽകാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ആവശ്യമായ തുക പഞ്ചായത്തിൽ നിന്ന് നൽകും. പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ നാശനഷ്ടം വിലയിരുത്താനായിട്ട് എയുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് പരിശോധിക്കും. അർഹമായ നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ജനങ്ങളുടെ വലിയ സഹകരണം പ്രതീക്ഷിക്കുന്നു. GTV ന്യൂസ്, കുട്ടമ്പുഴ.